പ്രിയപ്പെട്ടവരെ, 2026 വർഷം ഏപ്രിൽ മാസം 14 തീയതി, അതായത് 1201 മേടമാസം 1 തീയതി രാവിലെ 9:32 അതായത് ഉദയാൽപരം 8:08 ചതയം നക്ഷത്രം അതിന്റെ 3-ാമത്തെ പാദത്തില് മേടരവി സംക്രമം നടക്കുകയാണ്. ഈ സംക്രമം നടക്കുന്നത് കുംഭക്കൂറിലാണ്. 2026 വർഷം മേടമാസം തൊട്ട് അടുത്ത വിഷുക്കാലം വരേക്കും എങ്ങനെയാണ് മേടക്കൂറുകാർക്ക് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പുതുതായിട്ട് വരാനുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. മേടക്കൂറുകാർ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽപാദം ഇത്രയും നക്ഷത്രങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പുരോഗമനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. കുറെ കാലമായിട്ട് നടക്കുകയില്ല എന്ന് കരുതി വെച്ചിരുന്ന കാര്യങ്ങളിൽ നേരിയ പുരോഗതി വരികയും നമ്മുടെ അധ്വാന മികവ് കൊണ്ട് അത് മികച്ചതാക്കി മാറ്റാനും കഴിയുന്നതാണ്. രോഗങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ ശമനം കൈവരിക്കാൻ കഴിയുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായി വന്നേക്കാം. പുതുതായിട്ട് വിദേശത്തേക്ക് യാത്ര പോകുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തിയിട്ട് മാത്രമേ യാത്ര പുറപ്പെടാവൂ. കല്യാണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. എന്നാൽ വൈവാഹിക ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് മൂർച്ഛിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നാവിന് കുറച്ചുകൂടി അടക്കം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. യാത്രയിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. കലാ സാഹിത്യാദി മേഖലകളിൽ ശോഭിക്കാൻ കഴിയുന്നതാണ്. കടം വാങ്ങാനോ കടം കൊടുക്കാനോ നല്ല കാലഘട്ടമല്ല മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വസ്തുവകകൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യമായ കാലയളവ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച അത്രത്തോളം തുക ചിലപ്പോൾ വസ്തു വിൽക്കുമ്പോൾ ലഭ്യമായില്ല എന്നുള്ളത് വന്നേക്കാം. അതുകൊണ്ട് തന്നെ സ്ഥലമൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളവർ ഈ ഒരു കാര്യത്തെ മുൻകൂട്ടി കാണേണ്ടതാണ്. പോലീസ്, പട്ടാളം മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് കാലം ഗുണകരമാണ്. സ്ഥലമാറ്റം, പ്രൊമോഷൻ ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ തൊഴിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും വന്നു ചേരുന്നതാണ്. കൂട്ടു ബിസിനസ്സുകളിൽ മാന്ദ്യമുണ്ടാവുകയോ ചില വ്യക്തികളുടെ അപമര്യാദയായിട്ടുള്ള പ്രവർത്തനം മൂലമോ ചില നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. ഷെയർ മാർക്കറ്റ്, അതുപോലെ ഊഹവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ പണം മുടക്കുന്നവർ വളരെ ജാഗ്രത പാലിക്കേണ്ടുന്ന കാലഘട്ടമാണിത്. കാലുകളുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉണ്ടായി വരാം. സാഹസികപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നടത്തുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബക്ഷേത്ര ദർശനം നടത്താനോ ദൂരദേശത്തുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാനൊക്കെയുള്ള അവസരം ലഭ്യമാകുന്നതാണ്. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ വീട് പണി പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവർക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആ വീട് പണി വീണ്ടും പുനരാരംഭിക്കാനും അവസരം ഒത്തുചേരുന്നതാണ്. ബന്ധുമിത്രാദികൾ ഒത്തുകൂടുന്ന സ്ഥാനത്ത് വെച്ച് നമ്മൾ മറ്റൊരാളെ കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ ചെവികളിൽ എത്തിച്ചേരാനും അവരുമായിട്ട് തർക്കങ്ങൾ ഉടലെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. ജൂൺ, ജൂലൈ മാസങ്ങളിൽ ദീർഘദൂര യാത്രകളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം. സാമ്പത്തികപരമായി മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില മാർഗങ്ങൾ അവലംബിക്കുന്നതാണ്. അവസരത്തിനൊത്ത് ഉയരാനും കർമ്മകുശലത പ്രകടിപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഈ കൂറുകാരുടെ വിഷുഫലം കാണുന്നത്. ഈ വിഷുഫലത്തിലുള്ള ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ഒപ്പം തന്നെ ഈശ്വരാധീനം വർദ്ധിക്കാനുമുള്ള ചില മാർഗങ്ങൾ കൂടി നിർദ്ദേശിക്കുകയാണ്. അതിനുമുമ്പ് ഇതിന് കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്.
കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുകയാണ്. എന്തെന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും നിങ്ങൾക്ക് ലഭ്യമാവുക. എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക. ഇത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ദോഷപരിഹാരാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം തുളസി ഇലകൾ കൊണ്ട് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത ഏപ്രിൽ മാസം 14 തീയതി വരെ ഇത് തുടരുക. ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക. ദുർഗാദേവി ക്ഷേത്രത്തിൽ തെറ്റിപ്പൂക്കൾ കൊണ്ട് അതിന്റെ നാര് നുള്ളിക്കളഞ്ഞിട്ട് അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. മഹാവിഷ്ണു യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. പൂർണ്ണവിധിയോടുകൂടി തയ്യാറാക്കി ധരിക്കണം. ധന്വന്തരി ദേവന് പാലഭിഷേകം മാസത്തിലെ ഒരു വ്യാഴാഴ്ച വെച്ച് 5 മാസം ചെയ്യുക. പക്കപ്പിറന്നാൾ ദിവസത്തില് ക്ഷേത്രജമായിട്ടുള്ള സംഭാവനകളൊക്കെ കൊടുക്കുന്നത് ഈ ഒരു കാലയളവിൽ ഗുണകരമായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.